ഗംഗയുടെ തീരത്തെ നിശബ്ദത പിന്നിലാക്കി ഇന്ന് നമ്മുടെ യാത്ര മലമുകളിലേക്ക്, ആകാശത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ദിവ്യസ്ഥാനത്തേക്ക്. ഓരോ വളവും പിന്നിടുമ്പോൾ പ്രകൃതി തൻ്റെ സൗന്ദര്യം പതിയെ തുറന്നു കാട്ടുകയായിരുന്നു. മേഘങ്ങൾ മലകളെ തഴുകിപ്പോകുമ്പോൾ തണുത്ത കാറ്റ് മനസ്സിനെയും സ്പർശിച്ചുപോയി. ഓരോ ചുവടും ഓരോ കാഴ്ചയും നമ്മെ ഒരു പുണ്യസന്നിധിയിലേക്ക് നയിക്കുകയായിരുന്നു. ഇതാണ് കുഞ്ചാപുരി ദേവീക്ഷേത്രം. ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1676 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിശുദ്ധ തീർത്ഥാടന കേന്ദ്രം. ഭാരതത്തിലെ 52 ശക്തിപീഠങ്ങളിൽ ഒന്നായാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. പുരാണങ്ങൾ പറയുന്നത് ദക്ഷയാഗത്തിന് ശേഷം ഭഗവതി സതിയുടെ ശരീരം മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം കൊണ്ട് വിഭജിച്ചപ്പോൾ അമ്മയുടെ വക്ഷസ്ഥലം പതിച്ച ഭൂമിയാണെന്നാണ് കുഞ്ചാപുരി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഒരു ക്ഷേത്രം മാത്രമല്ല, ഭക്തിയുടെ, ശക്തിയുടെ, മാതൃസ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും അമ്മയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഒന്നും ചോദിക്കാതെ തന്നെ മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കുന്ന ഒരു അനുഭവം ലഭിക്കുന്നു. വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് ഇവിടെ മുഴങ്ങുന്ന മണിനാദവും മലകളുടെ ഒഴുകുന്ന കാറ്റുമാണ്. ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന മലനിരകൾ, മേഘങ്ങൾക്കിടയിലൂടെ തെളിയുന്ന ആകാശം, താഴെ ഒഴുകുന്ന ഗംഗ, പ്രകൃതി തൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളൊന്നിവിടെ വരച്ചു വെച്ചതുപോലെ തോന്നും. ഈ കാഴ്ചകൾ കണ്ണുകൾ കൊണ്ട് മാത്രം കാണുന്നതല്ല, ഹൃദയം കൊണ്ടാണ് അനുഭവിക്കുന്നത്. ഈ യാത്ര എന്നെ പഠിപ്പിച്ചത് ഉയരങ്ങളിലെത്താൻ പടികൾ കയറേണ്ടത് കാലുകൾ മാത്രമല്ല, മനസ്സും കൂടി ആണെന്നാണ്. കുഞ്ചാപുരി ഒരു ലക്ഷ്യസ്ഥാനമല്ല, വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും ആന്തരിക ശക്തിയുടെയും മറ്റൊരു മനോഹരമായ അനുഭവമാണ്. ഇനിയും ഒരുപാട് യാത്രാനുഭവങ്ങൾ പങ്കുവെക്കാനിരിക്കുന്നു. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. അതുവരെ ജീവിതത്തെ സ്നേഹിക്കൂ, ഓരോ യാത്രയും മനസ്സ് തുറന്ന് സ്വീകരിക്കൂ.